ശ്രീമദ് ഭാഗവതം നമ്മളിന്ന് നോക്കുന്ന 17-ാമത്തെ അധ്യായമായിട്ട് പരീക്ഷിത് ധർമ്മ സംവാദവും കലിനിഗ്രഹവുമാണ്. അപ്പോൾ പരീക്ഷിത്ത് ധർമ്മദേവനുമായിട്ട് സംവാദം നടത്തുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവസാനം കലിനെ നിഗ്രഹിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നിൽ സൂതൻ പറയുകയാണ്, അവിടെ ഉടമസ്ഥനില്ലാത്ത ഒരു പശുവിനെയും കാളയും, ഒരു പശുവും കാളയാണ് നിൽക്കുന്നുണ്ട്, അതിന് നാഥനായിട്ട് ആരുമില്ല. പിന്നെന്താ, ഒരു രാജലക്ഷണമൊത്ത, കണ്ടാലും നല്ല രാജാവിനെ പോലെയുള്ള ലക്ഷണമൊത്തതാണ്, പക്ഷെ ഒരു ശൂദ്രൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ വെറുതെ ചുമ്മാ അടിക്കുന്നത് കൊണ്ടാണ് ശൂദ്രൻ എന്ന് പറഞ്ഞത്. അതാണ് പരീക്ഷിത് രാജാവ് അവിടെ കണ്ടത്. ഇനി 2-ലും 3-ലും പറയുന്നു, താമര വളയം പോലെ വെളുത്ത മൂത്രം വീഴ്ത്തുന്ന വിധം നിന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന ശൂദ്രനാൽ അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാളയെയും. അപ്പോൾ ഈ ശൂദ്രൻ കാളൻ്റെ കാലിനടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയോ ധാർമ്മിക കർമ്മങ്ങൾക്ക് കറക്കുന്നതും, എന്താ ദുഃഖിക്കുന്ന, വളരെ ദുഃഖത്തിലും ശൂദ്രൻ കാലുകൊണ്ട് പ്രഹരിക്കുന്നുണ്ട്. അവൻ കണ്ണീരിങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന, മുഖമെല്ലാം വല്ലാത്ത അവസ്ഥയിൽ സങ്കടത്തോടുകൂടി നിൽക്കുന്ന ഒരു മെലിഞ്ഞ തൃണമാഗ്രഹിക്കുന്ന പശുവിനെയും കണ്ടു. ഇതാണ് പരീക്ഷിത്ത് അവിടെ കണ്ടത്. നല്ല സുഖമായിട്ട് ഭരിക്കുന്നിടത്ത് ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കക്ഷിനെ കണ്ടു. ഇങ്ങനെ ഒരു സീനാണ് കണ്ടത്. അപ്പം തൻ്റെ രാജ്യം ലോകം മുഴുവൻ തൻ്റെ കീഴിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൂലക്കാണ് ഈ സംഭവം കണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തങ്കത്തേരിലേറിയിട്ടാണ്, അലങ്കരിച്ച തേരിൽ കയറി താൻ കെട്ടിമുറുക്കിയ വില്ലുമായിട്ട്, അമ്പും വില്ലുമായിട്ട് വലിച്ച് അസ്ത്രയ്യത്തക്കവണ്ണാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഗംഭീര സ്വരത്തിൽ ചോദിച്ചു 5-ല്, ആരാണ് എൻ്റെ രക്ഷയിൽ കഴിയുന്ന ലോകത്തിൽ? അപ്പോൾ ലോകം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കൺട്രോളാണ് ഇപ്പോൾ. ഇങ്ങനെ ബലഹീനരെ ഹിംസിക്കുന്നത്. ഈ ദ്രോഹിക്കുന്നവൻ എങ്ങനെയുണ്ട്? വേഷം രാജാവിനെ പോലെയുണ്ട്, പക്ഷേ പ്രവൃത്തി ശൂദ്രൻ്റെയും. അപ്പം ശൂദ്രൻ അങ്ങനെ പ്രത്യേക വേഷത്തിലല്ല പറയുന്നത്, രാജാവിൻ്റെ പവറോട് കൂടിയാണുള്ളത്. പക്ഷെ പ്രവർത്തിക്കുന്ന പ്രവൃത്തി തരം താണതാണ് എന്നേ അർത്ഥമുള്ളൂ. ശൂദ്രൻ എന്ന് പറയുമ്പോൾ അത്ര ഒരു രാജാവിന് യോജിച്ച പ്രവൃത്തിയൊന്നുമല്ല ചെയ്യുന്നത്. ഇതൊരു രാജാവിന് നീതിമാനായ രാജാവ് ചെയ്യേണ്ട പ്രവൃത്തിയല്ല ചെയ്യുന്നത്. ആ അർത്ഥത്തിലെടുത്താൽ മതി. 6-ല് കൃഷ്ണൻ അർജുനനോടൊപ്പം ദൂരേക്ക് പോയിരിക്കുന്ന സമയം നോക്കിയിട്ട് നിരപരാധിയെ ആരുമില്ലാത്ത ദിക്കിൽ വെച്ച് ദ്രോഹിക്കുന്നത് അപരാധമാണ്, വധശിക്ഷാർഹമാണ്. അപ്പോൾ അതിൽ കുറച്ച് സമയം മുമ്പിലാണ് കൃഷ്ണൻ അർജുനനെയും കൂട്ടിയിട്ടങ്ങ് പോയത് സ്വന്തം നാട്ടിലേക്ക്. അപ്പം ആ സമയത്ത് ഏതോ ഒരു മൂലക്ക് അളന്നു, അതായത് രാജാവിൻ്റെ ശ്രദ്ധ പതിയാതെ വല്ല ഒരു സ്ഥലത്ത് ഏതോ ഒരു മൂലക്കാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ലോകം മുഴുവൻ അതായിട്ട് മാറിയിട്ടില്ല. അധർമ്മം ഇങ്ങനെ കലി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു മൂലക്ക് ഇങ്ങനെ ഒരു അപരാധിക്ക് ഈ ഒരു അപരാധം ഏൽപ്പിക്കുന്നത്, അതുകൊണ്ട് ഇത് വധശിക്ഷക്ക് അർഹമാണിത്, ഈ പ്രവൃത്തി. എന്നിട്ട് 7-ല് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒറ്റക്കാലിൽ നിൽക്കുന്നതും, എനിക്ക് ഒറ്റക്കാലേ ഉള്ളൂ. ഇതിന് ഈ കാളയുടെ ആകൃതിയുള്ളതുമായ നീ ആരാണ്? ഒറ്റക്കാലിൽ ഒരു കാളയുടെ രൂപത്തിൽ നിൽക്കുന്നത് നീ ആരാണ്? ദേവനാണോ? കാരണം ഇത് കഥയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പം ദേവനാണോ? നമ്മെ നീ വ്യസനിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വ്യസനം തോന്നുന്നു. കാരണം കാല് മൂന്നും പോയിരിക്കുകയാണ്.
ഈ കുരുവംശത്തിലുള്ള രാജാക്കന്മാരുടെ ഭുജദണ്ഡങ്ങളാൽ ആശ്ലേഷിക്കപ്പെട്ട ഈ ഭൂമണ്ഡലത്തിൽ നിൻ്റേതല്ലാത്ത ഒരാളുടെയും കണ്ണീരിവിടെ വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ നമ്മളെല്ലാം ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിൻ്റെ ഒരു കണ്ണീര് മാത്രമേ ഞാനിപ്പം കണ്ടിട്ടുള്ളൂ. വേറെ എവിടെ ഇങ്ങനെയൊന്നും കാണുന്നില്ല. ഇത് ഈ സംഭവം ആദ്യമായിട്ട് കാണുകയാണ്. എൻ്റെ 9 പറയുന്നു, നീ വ്യസനിക്കരുത്, ശൂദ്രനിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും നിന്റെ പേടി നീങ്ങിപ്പോകട്ടെ. ഗോമാതാവിനെ നോക്കിയിട്ട് അവിടെ ഗോമാതാവ് ഉണ്ടല്ലോ, ഗോമാതാവോട് പറയുന്നത് നീയും കരയൊന്നും വേണ്ട, ദുഷ്ടന്മാരുടെ ശാസകനായ ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് ക്ഷേമമേ ഉണ്ടാവും. ദുഷ്ടന്മാരെ എല്ലാം ശാസിക്കുന്നവനാണ് ഞാൻ. എൻ്റെ രാജ്യത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കിത്തരാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഇനി 10 പറയാണ്, ഏത് രാജ്യത്തെ രാജാവിൻ്റെ പ്രജകൾക്ക് അതായത് വളരെ മോശമായ ജനങ്ങളിൽ നിന്നും ഇത്തരം ഭരണാധികാരികളിൽ നിന്നും ഭയപ്പെട്ട് കഴിയേണ്ടി വരുന്നു. അപ്പം ഏതൊരു രാജ്യത്ത് ഇത്തരത്തിൽ ജനങ്ങൾ ദുർമാർഗികളായ ഭരണാധികാരികളിൽ നിന്നോ മറ്റോ ഭയത്തോടു കൂടി കഴിയേണ്ടി വരിക, ഭയത്തോട് കഴിയേണ്ടി വരുന്നുവോ ആ രാജാവിൻ്റെ പേരും യശസ്സും സൽഗതിയും എന്തായി പോകും? നശിച്ചു പോകും. ഒരു രാജാവിൻ്റെ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ ദേശത്ത് ജനങ്ങൾ ഭയത്തിൽ കഴിയുകയാണെങ്കിൽ ആ രാജാവിൻ്റെ പേരാണ് നശിക്കുന്നത്. 11 പറയുന്നു, ദുഃഖിതരുടെ ദുഃഖമകറ്റുക തന്നെ രാജാക്കന്മാരുടെ വലിയ കടമ. ഇപ്പം രാജാവിൻ്റെ കടമ എന്താണ്? ആരും ഭയമില്ലാതെ ജീവിക്കണം, ജനപ്രജകളെല്ലാം ഭയമില്ലാതെ ജീവിക്കണം, ദുഃഖിക്കുന്നുണ്ടവരുടെ അവരുടെ ദുഃഖമെല്ലാം അകറ്റിക്കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? പ്രാണിദ്രോഹിയായി ഇവനെ കൊന്നുകളഞ്ഞേക്കാം. എന്നിട്ട് 12 ഹേ കാളെ, നിന്റെ 3 കാല് ആരാണ് വെട്ടിമുറിച്ചത്? എന്നിട്ട് ചോദിക്കുകയാണ് കാളയോട്, നിന്റെ 3 കാല് ആരാണ് വെട്ടിമുറിച്ചത്? കൃഷ്ണന്റെ പാദം പതിഞ്ഞ ഇവിടെ നിന്നെ പോലെയുള്ള ദീനന്മാർ ഉണ്ടായിക്കൂടാ. അതായത് കൃഷ്ണന്റെ പാദം പറഞ്ഞ നാടാണിത്. ഇവിടെ നിന്നെപ്പോലെ ഇങ്ങനെ കാല് വെട്ടിയ ആൾക്കാർ കാലെല്ലാം വെട്ടിക്കളഞ്ഞ് 3 കാല് പോയി ഒന്നും വെച്ച് അടക്കട്ട ഗതികേട് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ കഥാപാത്രമായിട്ടാണ് കാളക്ക് 3 കാല് പോയാൽ പിന്നെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊന്നും. ഇതെല്ലാം കഥയാണ്, കഥയിൽ ചോദ്യമില്ല. അതായത് 4 ഗുണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ 4 കാലുള്ള ഒരു ജീവിനമാണ് അത് ഇപ്പം കാളയായിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. എന്നിട്ട് 4 കാലില്ല 3 കാല് പോയി ഒന്നേ ഉള്ളൂ എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് അത് കഥയിൽ വേണ്ടിയിട്ട് അതേമാതിരി ഒരു കഥാപാത്രം എടുക്കുകയാണ്. അല്ലാതെ മനുഷ്യനെ എടുക്കാൻ പറ്റില്ല. മനുഷ്യനെ 2 കാലല്ലേ ഉള്ളൂ, പിന്നെ 4 കാലുണ്ടെങ്കിലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. അത്രയും ആ അർത്ഥത്തിൽ എടുത്താൽ മതി. ഇനി 13, നിനക്ക് അംഗവൈകല്യം വരുത്തിയവൻ പാണ്ഡവരുടെ യശസ്സിന് കളങ്കം ഉണ്ടാക്കി. അതാരാണെന്ന്, അതായത് നിന്നെ അംഗവൈകല്യം ഉണ്ടാക്കി അതിലൂടെ പാണ്ഡവരുടെ വംശത്തിന് കളങ്കമുണ്ടാക്കിയ അവൻ്റെ പേരൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവൻ്റെ അപരാധം ചെയ്യാത്തവർക്ക് ക്ഷേമമേ ഉണ്ടാവും. കാരണം അപരാധമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ക്ഷേമമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 14, ദുഷ്ടരെ ഇല്ലാതാക്കിയാൽ ശിഷ്ടർക്ക് നന്മ ഉണ്ടാകും. അപ്പം ചെയ്യേണ്ടത് എന്താണ്? ദുഷ്ടരെ ഇല്ലാതാക്കണം. അപ്പോൾ ശേഷിക്കുന്നവർക്ക് നന്മയുണ്ടാകും. അപരാധിയല്ലാത്ത ജനങ്ങൾ
ദ്രോഹം ചെയ്യുന്നവർ അപരാധിയല്ലാതെ ജനത്തിന് ദ്രോഹം ചെയ്യുന്നവർ എന്നെ കാണുമ്പോൾ ഭയക്കും. അത് പരീക്ഷിത്ത് പറയുകയാണ്. അപരാധിയല്ലാത്ത ജനങ്ങൾക്ക് ദ്രോഹം ആര് ചെയ്താലും അവരെല്ലാം എന്നെ കാണുമ്പോൾ ഭയക്കും. അതുകൊണ്ട് നീ ഭയക്കൊന്നും വേണ്ട, അവരെ പേരിങ്ങ് പറഞ്ഞു തന്നാൽ മതി, ഞാൻ അത് ശരിയായിക്കോളാം. എൻ്റെ 5:16 പറയുന്ന നിരപരാധിയുടെ മേൽ ദ്രോഹമേൽപ്പിക്കുന്നവൻ ദേവന്മാരായാലും അവൻ്റെ കൈ ഞാൻ വെട്ടിയെടുക്കും. കാരണം നീതിമാനായ രാജാവിൻ്റെ ഏറ്റവും വലിയ കടമയാണ് ആര് എത്ര വലിയ ദേവനാണ് ഉപദ്രവിച്ചെങ്കിലും അവൻ്റെ കൈ വെട്ടിയെടുക്കുക, അനീതി കാണിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതെല്ലാം കേട്ടപ്പോൾ പിന്നെ 17 ധർമ്മദേവൻ പറയുകയാണ്, നിന്റെ ഈ വാക്കുകൾ പാണ്ഡുവംശത്തിൽ പറഞ്ഞ നിനക്ക് ചേർന്നു തന്നെയാണ്. നീ പാണ്ഡുവംശത്തിൽ ജനിച്ചതാണ്. അപ്പം നിന്റെ ഈ വാക്കുകൾ അതിന് യോജിച്ച വാക്ക് തന്നെയാണ് നീ പറഞ്ഞത്. നീ പൊളിവാക്ക് പറഞ്ഞൊന്നും അല്ല. കാരണം അവർക്കായി കൃഷ്ണൻ പോലും ദൂത് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് വേണ്ടിയിട്ട്, നീതിമാന്മാർക്ക് വേണ്ടി കൃഷ്ണൻ പോലും ദൂത് പറയാൻ പോലും വന്നിട്ടുണ്ട്. ആ നിലയിലേക്ക് പോലും വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? നീതിമാന്മാരായ. പക്ഷേ 18 ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക്, അതായത് ഈ കാളൻ്റെയും പശുവിൻ്റെയും ദുഃഖങ്ങൾക്ക് ഹേതുവായ പുരുഷനെ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളെ ഈ പ്രശ്നത്തിന് കാരണം ആരാണെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ട്? 19:20 പറയുന്നു, കാരണം വേദവാദികളായ ചിലർ തൻ്റെ ദുഃഖത്തിന് കാരണം താൻ തന്നെയാണെന്ന് പറയുന്നു. അത് വേദപണ്ഡിതർ പറയുന്നതെന്ന് വെച്ചാൽ തൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ്? താൻ തന്നെയാണ്. നമുക്കിപ്പോൾ ദുഃഖം ഉണ്ടാകുന്നത് എന്തോ കിട്ടാതുണ്ടോ, എനിക്ക് മാത്രം അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലോ? ഇപ്പം ജോലി കിട്ടാതെ ദുഃഖിക്കുകയാണ്. എനിക്ക് ജോലി പോട്ടെ, എനിക്ക് വിധി അങ്ങനെയാണ്, എനിക്ക് ജോലി വേണ്ട എന്നങ്ങ് വെച്ച് കഴിഞ്ഞാൽ ദുഃഖവും തീർന്നു. അപ്പോൾ വേദപണ്ഡിതർ പറയുന്നത്, വേദവാദികളായ ചിലർ പറയുന്നത്, അപ്പോൾ എന്താണ് വേദവാദികൾ പറയുന്നത്? നമ്മൾ കർമ്മം ചെയ്യുക, നിഷ്കാമ കർമ്മം ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തു കൊടുത്തിരിക്കുക. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അതങ്ങ് ചെയ്തു കൊടുക്കുക, ഫലത്തെപ്പറ്റി ഇച്ഛിക്കണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ബന്ധവും പാടില്ല. ഈ കാമം, മോഹം ഇതൊന്നും പാടില്ല. നിസ്വാർത്ഥ കർമ്മം അങ്ങ് ചെയ്തു കൊടുത്തേക്കും, അപ്പം ദുഃഖമില്ല. അത് ചിലവർ പറയുന്നുണ്ട്. അപ്പം നമുക്കിത് പറ്റി എന്തുകൊണ്ടായിരിക്കും? ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെയും ആകാം. അപ്പം എൻ്റെ തന്നെ കുറ്റാണോ ഇതെന്ന് കാളക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്ന് വെച്ചാൽ ഗ്രഹപ്പിഴ കൊണ്ടാണ്. ഗ്രഹങ്ങൾ ഇന്നെടുത്ത് മോശമായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുഴപ്പം. അപ്പം പിന്നെ ആരെ കുറ്റം പറയാനാണ്? അപ്പോൾ ജ്യോതിഷന്മാരുടെ അഭിപ്രായം ഇതാണ്. വേറെ ചിലർ കർമ്മദോഷം കൊണ്ടാണ് നീ പണ്ട് ചെയ്തതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് വേറെ ചിലർ പറയും. വേറെ ചിലർ പറയും അത് പ്രകൃതിയുടെ കുഴപ്പം കൊണ്ടാണ്. ചിലവർ പറയാൻ ദുർനിമിത്തമാണ്. ചില ദുർനിമിത്തം പ്രകൃതിയിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വേറെ ചിലർ പറയും മനുഷ്യന് വിഷയീഭവിക്കാത്തതും ഇന്നതെന്ന് പറയാൻ കഴിയാത്തതുമായ ഒന്നിൽ നിന്നാണെന്നും പറയുന്നു. ഇതൊന്നും നമുക്കുള്ള പരിധിയിലൊന്നും വരില്ല കേട്ടോ. ഇതൊന്നും മനസ്സിലാക്കണം, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വേറെ എന്തോ നിഗൂഢമായ കാര്യങ്ങൾ കൊണ്ടാണെന്നെല്ലാം വേറെ ചിലർ പറയും. ഇവർ ശരിയായത് സ്വയം ചിന്തിച്ച് മറിഞ്ഞുകൊള്ളുക. അപ്പം ഇങ്ങനെയല്ലാണ് ജനങ്ങൾ പറയുന്നത്, പലവരും പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പരീക്ഷിച്ച് തന്നെ സ്വയം ചിന്തിച്ചിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതി എന്താണ് കാരണമെന്ന്. അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇത് കേട്ട രാജാവ്
അവൻ രാജാവിൻ്റെ കേദയെല്ലാം അകർന്നു. ഈ ഇരിക്കുന്ന കക്ഷി താണകക്ഷിയല്ല. അല്ലെങ്കിൽ വല്ലവൻ ഈ ചൂട് സാധാരണ ആൾക്കാരാണെങ്കിൽ വല്ല ഇത് അവനാണെന്ന് പറയും. ഇതിപ്പം വേദം പറയുന്ന തത്വം എന്താണ്? നമ്മൾ നടക്കുന്നതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു അടി അങ്ങോട്ട് മാറാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ തത്വപ്രകാരം ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? ഇത് നമ്മളെ സമയദോഷമോ വേറെ എന്തോ ഒന്നും പറയാൻ പറ്റൂല. ഇതെല്ലാം ഒരു ജോത്സ്യരോട് വന്ന് പറയും, നിങ്ങൾ കേസിൽ നാളെ കേസ് കൊടും, നിങ്ങൾ കോടതി കയറേണ്ടി വരും, ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നാലും ജ്യോതിഷം പറയുകയാണെങ്കിൽ അത് തീരുമാനിച്ചതാണ്. അതിന് പിന്നെ അതിൻ്റെ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതെല്ലാം ഒരാൾ ചിലപ്പോൾ കൊണ്ട് കേസ് കൊടുക്കേണ്ടി വരും, ജയിലിൽ പോലീസ് പിടിച്ച് ജയിലുണ്ട്, അല്ല അവരുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ ആരെയും കുറ്റം പറയും? ഇത് ജാതകത്തിൽ എഴുതി വെച്ചതല്ലേ. പിന്നെ അവരെ എങ്ങനെയാണ് അവരെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവരോട് ഉത്തരവാദിത്തമാണ് ഇത് നടപ്പാക്കൽ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ രാജാവിന് മനസ്സിലായി ഇതാണ് സംഗതി. അപ്പോൾ സമാധാനമായി അങ്ങേർക്ക്. എന്നിട്ട് പറഞ്ഞു 22 ധർമ്മത്തെക്കുറിച്ച് അങ്ങ് അറിയുന്ന അങ്ങ് കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവനാകാം. അപ്പം വന്നിരിക്കുന്ന കക്ഷി ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ തത്വപ്രകാരം അധർമ്മം ചെയ്യുന്നവന് യാതൊരു സ്ഥലമാണോ ഉള്ളത്? ആരെങ്കിലും ഒരാൾ അധർമ്മം ചെയ്തിട്ട് അവൻ്റെ സ്ഥലം ഏതാണ്? മോശ സ്ഥലമായിരിക്കുമല്ലോ രാജാവിൻ്റെ വീക്ഷണത്തിൽ. അവൻ്റെ പേര് പറയുന്നവനും അതുതന്നെ ഉണ്ടാകും. കാരണം അവൻ്റെ പേര് പറയുന്നതിനും അതേ സ്ഥലം തന്നെയാണ് എത്തുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതെല്ലാം വിധിയാണ്. നമുക്ക് അതിനൊന്നും മാറ്റാനൊന്നും പറ്റില്ല. വിധി പ്രകാരം നമ്മൾ അനുഭവിക്കേണ്ടല്ല അനുഭവിക്കുക, അല്ലാതെ അവരെ കറക്റ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ആരെയും കുറ്റം പറയാൻ പാടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ ആരാണ്? കാലത്തെ തന്നെയാണ് കുറ്റം പറയുന്നത്. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്തുകൊള്ളുക. നമ്മളെ സമയം മോശമാണെന്ന് കരുതി കൺട്രോൾ ചെയ്യാൻ ഉൾക്കൊള്ളാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അധികം കടക്കുന്നില്ല. ഇനി 23 അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുക മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈശ്വരമായയുടെ പോക്ക് പ്രാണികളുടെ വാണിയെയും മനസ്സിനെയും വിഷയീഭവിക്കും. ഇതെല്ലാം ഈശ്വരൻ്റെ മായയാണ്. മായയിൽ അകപ്പെടുമ്പോൾ പ്രാണികളുടെ വാക്കും മനസ്സിനെയെല്ലാം അത് വിഷയങ്ങൾ സ്വാധീനിക്കും. ഓരോ കാലത്ത് നടക്കുന്ന വിഷയങ്ങളുടെ അനുസരിച്ച് നമ്മുടെ മനസ്സും വാക്കും എല്ലാം പലതരത്തിലാവും. അതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടും. നമ്മൾ കുഴപ്പത്തിൽ കൊണ്ട് ചാടും. ചിലപ്പോൾ നമ്മളെ സമയം മോശമാണെങ്കിൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു മായയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതിന് കുറ്റമെന്ന് ആരെയും പറയാൻ ഇല്ല, ശരി തന്നെയാണ്. ഇത് 24 പറയുന്ന സ്വധർമാനുഷ്ഠാനം, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക, അതാണ് തപസ്. ബാഹ്യ ആന്തരിക ശുദ്ധി, മനസ്സ് പുറമെ എല്ലാം ശുദ്ധി. ഭൂതാനുകമ്പ, എല്ലാ ഭൂതങ്ങളുടെയും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം. അതിനോടെല്ലാം അനുകമ്പ ഉണ്ടാവുക. യഥാർത്ഥ ഭാഷണം, സത്യം മാത്രം പറയുക. ഇവയാണ് അങ്ങയുടെ 4 കാലുകൾ. അപ്പം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങയുടെ 4 കാല് എന്ന് പറഞ്ഞത് എന്താണ്? സ്വധർമ്മം. നമ്മൾ ജനിച്ചതിനൊരു ധർമ്മമുണ്ട്, അത് അനുഷ്ഠിച്ചു കൊടുക്കുക. ബാഹ്യ ആന്തരികമായ ശുദ്ധി, നമ്മുടെ ഉള്ളിലും മനസ്സും എല്ലാം ഒരേപോലെയായിരിക്കുക, ശുദ്ധമായിരിക്കുക. ഭൂതാനുകമ്പ, ലോകത്തിലുള്ള എല്ലാ പഞ്ചഭൂതങ്ങളുടെയും അനുകമ്പ ഉണ്ടാവുക, അതോട് അനുകമ്പ ഉണ്ടാവുക. സത്യം മാത്രം പറയുക. ഇതാണ് അങ്ങയുടെ കാലുകൾ, 4 കാലുകൾ. അധർമ്മത്തിൻ്റെ അംശങ്ങളാൽ അഹന്ത, വിഷയാസക്തി, മതം എന്നിവയാൽ 3 കാലുകൾ നഷ്ടപ്പെട്ടു. ഇപ്പം ലോകത്തിൽ വിഷയാസക്തി, അഹന്ത ഉണ്ടാവുക, മതം ഉണ്ടാവുക,
എന്നിവയാലാണ് ഈ നിന്റെ 3 കാല് നഷ്ടപ്പെട്ടത്. അത് കർമ്മഫലം തന്നെ, ഇങ്ങനെ സംഭവിച്ചു പോയി. എന്നിട്ടോ ഈ കലിയുഗത്ത് അങ്ങേക്ക് സത്യം എന്ന ഒരു കാല് മാത്രമേ ഉള്ളൂ. ഈ കലിയുഗം അപ്പോൾ 3 യുഗങ്ങൾ കഴിഞ്ഞ് പ്രത്യേകം ത്രേതായുഗം ദ്വാപരയുഗം കഴിഞ്ഞപ്പോൾ ഈ 3 അങ്ങ് പോയി, ഈ 3 ഗുണങ്ങളും പോയി. ഇനിയിപ്പോൾ എന്തേ ഉള്ളൂ? സത്യം എന്ന ഒരു കാല് മാത്രമേ ഉള്ളൂ. ഈ സത്യവും കൂടി അടിച്ചു കളയാൻ വേണ്ടിയാണ് കലി ശ്രമിക്കുന്നത് ഈ യുഗത്തിൽ. ആ കാലും അസത്യത്തിൻ്റെ മൂർത്തിയായ കലി തല്ലി തകർക്കാൻ നോക്കുകയാണ്. 26 ഈ ഭൂമിദേവിയെയും, അപ്പോൾ ഇനിയിപ്പോൾ ഇവൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഭൂമിദേവിയും ശ്രീകൃഷ്ണ ഭഗവാനാൽ ഇറക്കപ്പെട്ട ഭാരവുമായി അങ്ങയുടെ തൃപ്പാദ വിന്യാസത്താൽ മംഗളദേവിയായി വർത്തിച്ചിരുന്നു. കൃഷ്ണൻ വന്നിട്ട് ഈ ഭൂമിദേവിയുടെ ഭാരമെല്ലാം നീക്കിയിട്ട് നല്ലൊരു സുഖമായ അവസ്ഥയിൽ ആക്കിയിരുന്നു. 27 ഭഗവാനാൽ ഇപ്പോൾ അവളും കൈവിടപ്പെട്ടു. ഭഗവാൻ പോയപ്പോൾ അവൾക്ക് ആരും ഇല്ലാതെയായി, ഭാഗ്യം കെട്ടവളെ പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണ ഭക്തിയില്ലാത്ത രാജ്യത്വം നടിക്കുന്ന ശൂദ്രന്മാർ എന്നെ അനുഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നതോർത്തിട്ടാണ് ഈ കണ്ണീർ വാർക്കുന്നത്. ബ്രാഹ്മണ ഭക്തി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ ജനങ്ങളെ, അതായത് എവിടെ എത്തിയിരുന്നു ലോകം? സുന്ദരമായ ഒരു വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ തുല്യതയായിട്ടാണ്. എല്ലാവരും തുല്യമാകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന കുഴപ്പമാണ്. ബുദ്ധിമാന്മാരെപ്പോഴും ഒന്ന് അങ്ങനെയാണ്. മനുഷ്യൻ എത്ര തുല്യമായാലും, ഒരു ക്ലാസ്സിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ പഠിക്കുന്നവരെ കുട്ടികളെ കുറച്ച് പിന്നോട്ടായ കുട്ടികൾ ഒരു പ്രത്യേക വീക്ഷണത്തിൽ എപ്പോഴും ബുദ്ധിമാന്മാരെ, ബുദ്ധി കുറഞ്ഞവർ അവർക്ക് സ്വയം തോന്നും, അയ്യേ ഇവനെന്തോ ഇവൻ വലിയ ബുദ്ധിമാൻ. അതല്ല വേണ്ടത്. അവരുടെ ബുദ്ധിയും ഇവരുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ലോകത്തിൽ കർമ്മം ചെയ്യേണ്ടത്. ബുദ്ധിയും വേണം, ശരീരശക്തിയും വേണം. ധർമ്മപുത്രനും വേണം, അർജുനനും വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അർജുനനും വേണം, ശരീരശക്തിയുള്ള ഭീഷ്മരും വേണം, ഭീമനും വേണം. എന്നിട്ട് എന്നാക്കുമല്ലോ എല്ലാവരും ലോകത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് സഹവസിച്ചുകൊണ്ടാണ് ഈ ലോകം മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ലോകം ഇതെല്ലാം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാവുമെങ്കിലും കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഇവൻ്റെ ഉപദേശം കേട്ട് ഞാൻ പ്രവർത്തിക്കണം, ഞാൻ രാജാവല്ലേ എന്നൊരു ചിന്ത ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരുടെ കൈമിൽ വരും. അപ്പോൾ ബ്രാഹ്മണന്മാർ ഒരുമാതിരി. അപ്പം ബ്രാഹ്മണന്മാർ ഇത് കാണുമ്പോൾ ഇവൻ്റെ പോക്ക് ശരിയല്ലാതാകുമ്പോൾ ബുദ്ധിപരമായിട്ട് കണ്ടെത്തിയിട്ട് പറയും. അപ്പം മറ്റുള്ളവർക്ക് അത് പിടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പിടിക്കുന്ന പേടിയുള്ളത് കൊണ്ട് അതങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതങ്ങനെ കരുതിയാൽ മതി. അതുകൊണ്ട് ബ്രാഹ്മണ ഭക്തി ഇല്ലാതെ രാജ്യത്വം നടിക്കുന്ന ക്ഷത്രിയന്മാർ, ആ ക്ഷത്രിയന്മാർ ഏത് സ്വഭാവം ഉണ്ടായി മാറും? ശൂദ്രന്മാരുടെ സ്വഭാവം ഉണ്ടായി മാറും. എങ്ങനെയുള്ള ജനമാണ് ഇനി ഭൂമിയെ അനുഭവിക്കാൻ പോകുന്നത്? ഒരിക്കൽ അനുഭവിച്ചിരുന്നു. എപ്പോൾ? കൗരവന്മാർ ഭരിക്കുന്ന കാലത്ത് ചൂതുകളിയിലൂടെയല്ല. അതെല്ലാം കൃഷ്ണൻ വന്നിട്ട് അമ്മമാരെല്ലാം കൊന്ന് ഒടുക്കിയിട്ട് ഭാരം കുറച്ച് കൊടുത്തിട്ട് ഭൂമി നല്ല സന്തോഷിച്ചിരിക്കുകയായിരുന്നു കൃഷ്ണനുള്ള കാലത്ത്. അപ്പോൾ ഒരു സുന്ദരമായ ലോകമുണ്ടായി. ഇനി ആ ലോകം അടിച്ചു പൊളിക്കേണ്ട സമയം. കുറച്ചു കാലം കഴിയുമ്പോൾ ഇമ്മാർ പണ്ടത്തെ അവസ്ഥയാവും. എല്ലാം ദുര്യോധനന്മാരെല്ലായിട്ട് മാറും. അപ്പോൾ കൃഷ്ണൻ അങ്ങ് പോയി. അപ്പോൾ ഭൂമി ആദ്യം വിലപിക്കുകയാണ്, ഇനി ഇമ്മാരുടെ കയ്യിലാണല്ലോ ഞാൻ വന്ന് വീഴാൻ പോകുന്നത്. എൻ്റെ 28 എന്നിട്ട് പറയുകയാണ്, ഈ വിധം ധർമ്മദേവനെയും ഭൂമിദേവിയെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അധർമ്മിയായ കലിയുടെ നഗർ, അപ്പോൾ കാലടിച്ച് തറക്കാൻ വേണ്ടി കക്ഷിയാടിക്കുകയാണല്ലോ, ഒടിക്കാൻ വേണ്ടി, കാലൊടിക്കാൻ വേണ്ടി കലി. അപ്പം കലിയുടെ നേർക്കെന്ത് ചെയ്തു? മൂർച്ചയുള്ള വാളെടുത്തു.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ കലിയൊന്നുമില്ല, കലി കാലം വരാൻ പോവുകയാണ്. അപ്പോൾ പരീക്ഷത്തിൻ്റെ ഒരു ഘടന ജോലി എന്താണെന്ന് വെച്ചാൽ ധർമ്മപുത്രർ മനസ്സിലാക്കിയിട്ട് കലി വരാൻ പോകുന്നുണ്ട് പറഞ്ഞ് ഇവൻ്റെ തലയിൽ ഇച്ചിട്ട് പോയതാണ്. അപ്പം പരീക്ഷത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും അധർമ്മം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ ശക്തമായിട്ട് നേരിടുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സുന്ദരമായ ഒരു വസുദേവ കുടുംബം ഉണ്ടായല്ലോ. അതിൽ ആദ്യം ഭരിച്ച പരീക്ഷത്താണല്ലോ, ഇവർ പോയതിൻ്റെ ചേട്ടൻ. അപ്പം അവരാ പരീക്ഷത്ത് ഒരു പരിധി വരെ ഈ ബലം പ്രയോഗിച്ചിട്ട് ഇവരെല്ലാം കലീനെയെല്ലാം ഈ സ്വഭാവങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം 29 അദ്ദേഹം തന്നെ കൊല്ലുവാൻ പോകുന്നുവെന്നറിഞ്ഞ് ഭയത്താൽ അവശനായ കലി രാജലക്ഷണമെല്ലാം എടുത്ത് കളഞ്ഞിട്ട്, അദ്ദേഹം വലിയൊരു ഇതുമാതിരി നേതാവായിട്ട് വന്നതാണ്, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കലങ്ങ് വീണു കലി. അതായത് ആ കാലഘട്ടത്തിൽ നിയമം ഉപയോഗിച്ചിട്ട് വളരെ കർശനമായിട്ട് ജനങ്ങൾ മനസ്സ് മാറുന്നതിനെ തടുക്കാൻ ശ്രമിക്കും. ആ ഭരണത്തിൽ, പരീക്ഷത്തിൻ്റെ ഭരണത്തിലും മനുഷ്യരിൽ ഈ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ അത് രാജാവ് അധികാരം ഉപയോഗിച്ചിട്ട് കുറേ കാലം കൂടി ഇവന്മാരെ ഒതുക്കാനുള്ള കഴിവ് അന്നത്തെ രാജാവിന് ഉണ്ടാകും. അപ്പോൾ 30 കാൽക്കൽ വീണ കലിയെ കണ്ട് ദയ തോന്നി. കാരണം രാജാവിൻ്റെ ഗുണം എന്താണെന്ന്, കാൽക്കൽ വീട് തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. ദയ തോന്നി, ശരണാഗതനാണ്, ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അവിടെ രാജാവ് എന്ത് ചെയ്തു, കാരുണ്യത്താൽ വധിച്ചില്ല. അദ്ദേഹം ദയ തോന്നി, കരുണ തോന്നി, അതുകൊണ്ട് വധിച്ചില്ല. എൻ്റെ അല്പം പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. എന്തെന്ന് 31 അർജുനന്റെ കീർത്തിയെ നിലനിർത്തുന്നവർക്ക് കൂപ്പുകൈ അർപ്പിച്ച നിനക്ക് അല്പം പോലും ഭയം വേണ്ട. അർജുനനാണ് ഈ ഒരു വ്യവസ്ഥിതിക്ക് കാരണമായത്, സ്ഥാപിച്ചത്. അർജുനന്റെ കീർത്തിയെ നിലനിർത്താനാണ് ഞാനിത് ശ്രമിക്കുന്നത്. ആ എന്നേക്ക് കൂപ്പുകൈ അർപ്പിച്ച നീ എന്നെ കൂപ്പുകൈ അർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നീ ഭയക്കേണ്ട ആവശ്യമില്ല. ഒരു രാജ്യത്തിലും ആരും ഭയന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് പറ്റുമ്പോൾ കറക്റ്റ് ചെയ്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ശിക്ഷിച്ചിട്ട് കൊന്നൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, നേരായ വഴിയിൽ വന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. പക്ഷേ നേരായ വഴിയിൽ വരും, വന്നില്ലെങ്കിൽ അവൻ്റെ കാറ്റ് പോക്കാണ്. അങ്ങനെയുള്ള കർശനമായ നിയമമായിരിക്കും ആ ഭരണത്തിൽ. അതായത് 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ്, മഹാഭാരത യുദ്ധം, അതായത് 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള ആ ഭരണത്തിലെ പരീക്ഷത്തിൻ്റെ കാലഘട്ടം. അധർമ്മമെല്ലാം വരും, കലി ഇങ്ങനെ കയറി വരും. കാരണം ഇത് കുറച്ചു കാലം നിലനിൽക്കും. പക്ഷെ എന്നാലും അതിനെല്ലാം കർശനമായ നിയമത്തോടുകൂടി കൈകാര്യം ചെയ്യും പരീക്ഷത്തിൽ. എങ്കിലും എൻ്റെ രാജ്യത്തിൽ അധർമ്മത്തിൻ്റെ ബന്ധുവിന് സ്ഥാനമില്ല. നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണ്. എനിക്കിവിടെ എൻ്റെ രാജ്യത്തിൽ സ്ഥാനമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഭരിക്കുകയാണ്, നിന്നെ പോലെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് 32 പറയുന്നു, രാജാക്കന്മാരുടെ ശരീരത്തിൽ നിവസിക്കുന്നതിനാൽ നീയെല്ലാം രാജാക്കന്മാരുടെ ശരീരത്തിൽ കയറിയാണ് വസിക്കുന്നത്. ഈ അധർമ്മം എപ്പോഴും ജനങ്ങളിൽ ഉണ്ടാകുന്ന അധർമ്മം വളരെ കുറവാണ്. എപ്പോഴാണ് ഇതുണ്ടാകുന്നത്? രാജാവിന് ഇവർ കയറി ഭരിക്കുക. രാജ്യം ഭരണകർത്താവ് മോന്തായം വളയുമ്പോഴാണ് 64 വളയുന്നത്. അതുപോലെ രാജാവ് ഈ അധർമ്മം കയറി വസിക്കുമ്പോഴാണ് സമൂഹം അധർമ്മത്തിൽ അകപ്പെടുന്നത്. ഇപ്പം രാജാവ് ഇപ്പം നമ്മൾ കുറ്റം പറയുന്നത് എന്താ? ജനമൊന്നും ശരിയല്ല, എല്ലാം തെറ്റി. ഇത് ആരെ കുഴപ്പമാണ്? ജനത്തിൻ്റെ കുഴപ്പമല്ല. രാജാവ് മര്യാദക്കാണ് അവിടെയെങ്കിൽ ജനവും മര്യാദക്ക് ഭരിക്കും, ജനവും മര്യാദക്ക് ജീവിക്കും.
ഇപ്പൊ ജനങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിന്റെ കഴിവുകളാണ്. അപ്പൊ ഈ അധർമ്മം കയറി പോകുന്നത് രാജാക്കന്മാരിലാണ് അവർ വസിക്കുക. എന്നിട്ട് ആ സ്വഭാവം ജനങ്ങളിലും സമൂഹത്തിലും കാണപ്പെടുന്നു. നുണ പറയുക, കളവ് പറയുക, നീചത, കപടത, ശണ്ട, ഗർവ് എന്നിവയെല്ലാം ഉണ്ടാവും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്. കളവ് പറയുക, രാജാക്കന്മാരെ തന്നെ കളവ് എറിഞ്ഞിട്ട് വോട്ട് വാങ്ങിയിട്ടാണ് അവിടെ പോയി ഇരിക്കുക. പോകുമ്പോൾ പറയുക എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ പോകും. എന്നിട്ട് ചെയ്യുന്നത് മുഴുവൻ കളവ്, പറയുന്നത് മുഴുവൻ കളവായിരിക്കും. ഒരു വാക്കും പാലിക്കില്ല. നീചത, കപടത, നുണ, ശണ്ട കൂടുക, ഗർവ്, തമ്മിൽ തല്ലലാണ്. അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർ പരസ്പരം സീറ്റിന് വേണ്ടിയുള്ള തമ്മിൽ തല്ലാണ്. രാജ നന്മക്ക് വേണ്ടിയൊന്നല്ല. ഇതെല്ലാം ഉണ്ടാവുക ആര് കയറുമ്പോൾ, കലി കയറുമ്പോൾ, അങ്ങനത്തെ രാജാക്കന്മാർ വരുമ്പോൾ. അതിനാൽ 33 പറയുന്നു, നീ എവിടെ താമസിക്കാൻ പാടില്ല. അതിനാൽ യാതൊരിടത്ത് ബഹുവിധ യാഗങ്ങളാൽ, മനുഷ്യരെല്ലാം യാഗം ചെയ്യുക, കർമ്മം ചെയ്യുക. എല്ലാവരും ലോക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോക പുരോഗതിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുക. അതിനുള്ള നൈപുണ്യമുള്ളവർ, നല്ല നൈപുണ്യമുള്ള ജനങ്ങളാണ്. കാരണം ലോകം ഏറ്റവും പുരോഗമിച്ച സമയത്താണ് ഈ മഹാഭാരത യുദ്ധം, 3ാം ലോക മഹായുദ്ധവും നടക്കുന്നത്. ശാസ്ത്രമെല്ലാം പുരോഗമിച്ചിട്ട് എല്ലാ ടെക്നോളജി ഉള്ളവരാണ്, നല്ല നൈപുണ്യമുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം കർമ്മത്തിൽ മുറുകിയിരിക്കുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ലോകത്തെ നല്ല നിലയിൽ എത്തിക്കാൻ എല്ലാവരും ഒറ്റ മനസ്സോടെ കർമ്മം ചെയ്യുകയാണ്. ശ്രീഹരിയെ യാഗാനുഷ്ഠാനങ്ങളാൽ ആർക്ക് വേണ്ടിയിട്ട്? ശ്രീഹരിക്ക് വേണ്ടി സമാരാധിക്കുന്നുവോ അങ്ങനെയുള്ളവിടത്ത് നീ വസിച്ചുകൂടാ. അവരെല്ലാവരും ആർക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്? ശ്രീഹരിക്ക് വേണ്ടി. കാരണം ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാനാണ് ആ ശക്തി വിശേഷം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും അവരവരുടെ കർമ്മം, നമുക്ക് വേണ്ടിയല്ല എന്നുള്ള നിലയിൽ കർമ്മം ചെയ്യുന്നിടത്ത് നീ വസിക്കാൻ പാടില്ല. ഇത്രയും കണ്ടീഷനുള്ളൂ. നീ അവിടെയൊന്നും പോയി വസിക്കരുത്. പിന്നെയോ 34 എന്നിട്ട് 34 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവിടുത്തെ പ്രത്യേകത, അങ്ങനെയുള്ള രാജ്യത്തിൽ യജ്ഞസ്വരൂപനും സ്ഥാവര ജംബങ്ങളുടെ അകത്തും പുറത്തും വായു എന്ന പോലെ പ്രാണചൈതന്യമായി വ്യാപിച്ചിരിക്കുന്നവനും ഷഡ്ഗുണപൂർണനുമായ ആ ശ്രീഹരി. അങ്ങനെയുള്ള സ്ഥലത്ത് ശ്രീഹരി എന്തായിട്ടുണ്ട്? മുഴുവൻ എല്ലായിടവും വ്യാപിച്ചു, അകത്തും പുറത്തുമായിട്ട് വ്യാപിച്ചു കിടന്നിട്ട് ഏതൊരിടത്ത് ഭൂമിയിൽ പ്രവർത്തിച്ച് എവിടെയാണോ, ഏത് ഭൂമിയിലാണോ അങ്ങനെ ശ്രീഹരി എല്ലാറ്റിലും വ്യാപിച്ചുകൊണ്ട് യജ്ഞങ്ങളിലെല്ലാം, അദ്ദേഹത്തിന് വേണ്ടിയാണ് യജ്ഞങ്ങളെല്ലാം നടക്കുന്നിടത്ത് അവിടെ ആര് യജ്ഞങ്ങളാൽ അദ്ദേഹത്തെ ആരാധിക്കുന്നു. അപ്പം ജനങ്ങളെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിനായി കർമ്മം ചെയ്തുകൊണ്ട് യജ്ഞങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ആ ശ്രീഹരി എന്ത് ചെയ്യുന്നു? അവർക്ക് സാഫല്യമുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാക്കും. സാഫല്യമുള്ള ആഗ്രഹം, ദുരാഗ്രഹമൊന്നുമല്ല, സാഫല്യം, കാര്യം നേടാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, നിത്യസുഖത്തെ നൽകുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിത്യസുഖം നൽകുന്ന, ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അവരവരുടെ കർമ്മങ്ങളെല്ലാം ഭംഗിയായി ശ്രീഹരിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സ്ഥലത്ത് നീ പോയി ഇടപെട്ട് കൂടാ, അവിടെ അടുത്ത് പോയി കൂടാ. ഇത് 35 സൂതൻ പറയാണ്, പരീക്ഷത്തിൻ്റെ ആജ്ഞ കേട്ടപ്പോൾ കലിപുരുഷൻ പേടിച്ചു വിറച്ചുകൊണ്ട് വാൾ ഉയർത്തി നിൽക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വാൾ ഉയർത്തി പിടിച്ചിട്ടാണ് പറയുന്നത്, നീ ഇങ്ങനത്തെ നല്ല സ്ഥലത്തൊന്നും വന്നുകൂടാ. അപ്പം 36, 37 അപ്പം കലി പറയുകയാണ്, എല്ലാ നാട്ടിൻ്റെയും അധിപനായ രാജാവ്, അങ്ങാണ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അധിപൻ, അങ്ങയുടെ ചൊൽപ്പടിക്കാണ് എല്ലാവരും നിൽക്കുന്നത്.
എല്ലാവരും എന്താണ് ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ അങ്ങയുടെ കീഴിലാണ്. എല്ലാവരും അവരുടെ ചൊൽപ്പടിക്കാണ് നിൽക്കുന്നത്. അങ്ങ് കൂടാതെ ഞാൻ നോക്കുന്നിടത്തെല്ലാം എന്തുണ്ട്, അങ്ങ് അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് അത്രയും കർശനമായിട്ടിട്ടയാണ്, നിയമങ്ങളിൽ അത്രയും കർശനമാണ്. എവിടെ നോക്കുമ്പോഴും അദ്ദേഹം അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന മാതിരിയാണ് ആ രാജ്യത്തിൽ. നിയമം അത്രയും കണിശമാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നെല്ലാം പറയുന്നത്, എന്നിട്ട് ഇവിടെയുള്ള സ്വാതന്ത്ര്യം എന്താണ്? എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതല്ല, കർശനമായ നാടാണ്. ജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്തു കൊടുക്കുക. സ്വന്തം കാര്യമൊന്നും ആലോചിച്ചിട്ട് ഒരു പരിപാടി നടക്കില്ല. ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുക, കൂട്ടായി കിട്ടുന്നത് അനുഭവിച്ചു കൊള്ളുക, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അനുഭവിച്ചു കൊള്ളുക. പിന്നെ 38 അപ്പോൾ എന്താ പറയുന്നത്, അങ്ങ് നിൽക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ നോക്കിയിട്ടെവിടെയും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ എനിക്കൊരു സ്ഥലം പറഞ്ഞു തരണം എന്ന് കലി പറയുകയാണ്. അപ്പം 38 സൂതൻ പറയുകയാണ്. അപ്പം രാജാവ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചൂതുകളി ഉള്ളിടത്ത്, ഏത് നമ്മളെ പണ്ടത്തെ ചൂതുകളി ഒന്നുണ്ടല്ലോ, എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്ന പരിപാടി, ചൂതുകളി, ഓഹരി കുംഭകോണം, ഇതെല്ലാം ഇതിൽ വരും. ഓഹരി കുംഭകോണമല്ല, മറ്റേ ഷെയർ മാർക്കറ്റ്. ഓഹരി എന്ന് പറയുന്ന കുംഭകോണം തന്നെയാണ് ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിൻ്റെ പ്രത്യേകത അറിയില്ല. ഭരിക്കുന്ന ഇപ്പോൾ ഭരണത്തിൻ്റെ രാജാവ് എന്ന് പറയും, ഒന്ന് തുമ്പിയാൽ രാജാവ് തുമ്പി, ഷെയർ മാർക്കറ്റ് ടീം. പിറ്റേത്തെ ദിവസം പേപ്പറിൽ കാണും രാജാവ് ചിരിച്ചു, രാജാവ് ചിരിച്ചു, ഷെയർ മാർക്കറ്റ് പോയത്. ഇങ്ങനെയുള്ള ഇത് ഏത് സയൻസാണെന്ന് ഒരു മാനേജ്മെൻറ്റ് അയച്ച് എനിക്ക് പിടികിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു സംഭവം വെച്ചാൽ അപ്പം ഷെയർ മാർക്കറ്റ് എന്നുപോലും പിറ്റേന്ന് ഷെയർ മാർക്കറ്റ് ടീം. ഒരു ഇടി അധികം പൊട്ടി, ഇതൊരു ഇടി അധികം പൊട്ടി, ഷെയർ മാർക്കറ്റ് ടീം. ഒരു തരം ചൂതുകളി. അപ്പം അങ്ങനെ ചൂതുകളിയുള്ള സ്ഥലത്ത് മദ്യപാനം, പിന്നെ മദ്യപാനാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കച്ചവടം. എന്താണ് വരുമാന മാർഗം? എന്താണ് മദ്യപാനം. ആഘോഷം എന്നെല്ലാം പറയുന്നത് മദ്യം കഴിക്കുന്നതാണ്. ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും റംസാനായാലും എന്തായാലും ആഘോഷം എന്ന് പറയുന്ന മദ്യപാനം. പിന്നെ സ്ത്രീ സേവ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇതെല്ലാണ് ഏത് കാലത്തിൻ്റെ പ്രത്യേകതയാണിത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് കലി കിടക്കുന്നത്. കലി ഇവിടെ നിൽക്കുന്നുള്ളൂ. കലി എല്ലായിടത്തും. നമ്മൾ ഇത് കലിയുഗം എന്നൊന്നും പറയുന്നും വേണ്ട. നമ്മൾ പറയുന്ന ഒരു തടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ന് കലിയുഗല്ലേ, പിന്നെ അങ്ങനെയൊന്നുമല്ല. പരീക്ഷത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കലിയുള്ള സ്ഥലത്ത് ഇതെല്ലാം കാണും. പക്ഷെ കലിയില്ലാത്ത സ്ഥലവും ലോകത്തുണ്ട്. പരീക്ഷത്തിനെ പോലെ ഭരിക്കുന്ന, കൃഷ്ണനെ പോലെ ഭരിക്കുന്ന, പാണ്ഡു ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെയൊന്നും ഈ പരിപാടി നടക്കില്ല. അപ്പം കലിയുള്ള സ്ഥലത്താണ് എന്ത്? ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണിഹിംസ, ഇങ്ങനെ 4 തരത്തിലുള്ള അധർമ്മം ഉള്ള സ്ഥലത്ത് നീ പോയി താമസിച്ചോ. ഇതെല്ലാം ചൂതുകളി. എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക, വല്ലവൻ്റെയും പണം ചുളുവിൽ തട്ടിയെടുക്കുക. ഇതാണ് ഒന്ന്. പിന്നെ മദ്യപാനം, മദ്യം തന്നെയാണ്. കണ്ടില്ലേ എന്താണ് മദ്യം? വലിയ ആകുമ്പോഴെല്ലാം മദ്യം ഉണ്ടെങ്കിലേ പറ്റും. മദ്യത്തുമ്മലാണ് എല്ലാ കളികളും. പിന്നെ ശ്രീസേവേൻ്റെ കാര്യം പിന്നെ പറയണ്ട. മദ്യവും ശ്രീസേവയും കൂടിയിട്ടാണ് നമ്മളെ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് കിടക്കുന്നത്. മദ്യവും ശ്രീസേവയും 3 എണ്ണമായി. പിന്നെ എന്തെന്നാ? പ്രാണിഹിംസ, സാധാരണ പാവങ്ങളെയെല്ലാം എവിടെയെല്ലാം പറ്റുമോ അത്. ഈ 4 ഉള്ളിടത്ത് നീ പോയി താമസിക്കുമെന്ന് പറയും. അപ്പം 39 കലി എന്ത് പറഞ്ഞു?
കലി പിന്നെയും യാചിച്ചു, അയ്യ ഇങ്ങനെ പോലെ എനിക്ക് കുറച്ചുകൂടി വേണം. എന്നാ സ്വർണം ഉള്ളിടത്തും വാസസ്ഥാനമായിക്കോളും. സ്വർണം, ഇന്ന് സ്വർണമാണ് ഏറ്റവും വലിയ, ഇന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബിസിനസ് സ്വർണം. സമൂഹത്തിലെ ഏറ്റവും സ്ഥാനമുള്ള സ്വർണക്കാരാണ്. ഇപ്പം പേപ്പറിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, സ്വർണത്തിൻ്റെ പിന്നാലെ ആരെല്ലാണ് സപ്പോർട്ടായിട്ട് നൽകുന്നത്. പെണ്ണിനെ പീഡിപ്പിച്ചാലും വേണ്ടിയില്ല, അതൊന്നും പീഡനമല്ല, അത് പണം സ്വർണത്തിൻ്റെ കൈമ കിടക്കുകയാണ്. സ്വർണമാണ്, സ്വർണം കൈമലുണ്ട്. ഇപ്പം എല്ലാവരും അവരെ പിന്നാലെ സപ്പോർട്ടാണ്. സ്ത്രീനെ പീഡിപ്പിച്ചാലും വേണ്ടിയല്ലോ, ഒന്നും വേണ്ടല്ല, അവരെ പക്ഷത്താണ്. അത് കലി ബാധിച്ചു പോയി, ഒരു രക്ഷയില്ല. ഇതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ളൊരു കലിയുഗത്തിൽ നിന്നാണ് മഹാഭാരതം, മൂന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലൂടെ ഒരു വസുദേവ കൂടെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായ പരീക്ഷത്തിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിലാണ് നമ്മൾ കടക്കുന്നത്. കടന്നു കഴിഞ്ഞിട്ട് ഒരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, നല്ല ഭരണമായിരിക്കും. പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഈ തലതിരിഞ്ഞ സ്വഭാവം ആദ്യം തുടങ്ങും, പിന്നെ ആദ്യം ഇതും വരും, പിന്നെയാണ് കലി കളിക്കുന്നത്. അപ്പം ഈ സമയത്താണ് പറയുന്നത്. നമ്മളിപ്പോൾ ആ മറ്റേലെത്തിയില്ല. നമ്മൾ മഹാഭാരത യുദ്ധത്തിൽ അതിൻ്റെ മുമ്പിലുള്ളൊരു കലിയുണ്ടല്ലോ, ദുര്യോധനാദികളെല്ലാം ഭരിക്കുന്ന യുദ്ധകളി, ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പം മഹാഭാരത യുദ്ധം, മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണുള്ളത്. ഇനി ഒരു സുന്ദരമായ ലോകം ഉണ്ടാവും, അതിന് കുറച്ച് ആയുസേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ പഴയ മാതിരി ഇതേമാതിരി തന്നെ ആകും. പിന്നെ പ്രളയം നടന്നു, അതും കുറച്ച് കാലത്തേക്കാണ്. അതുകൊണ്ട് പിന്നെന്ത് പറഞ്ഞു, കലി പിന്നെ യാചിച്ച് പോരാ, കുറച്ച് സ്ഥലങ്ങളും കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ സ്വർണമുള്ള സ്ഥാനം എവിടെയാണോ സ്വർണം കിടക്കുന്ന അവിടെ നോക്കിയാൽ മതി. കൊടുത്തു, അതും കൂടിയും കൊടുത്തു. അപ്പം അതുമൂലം എന്തുണ്ട്, നുണ തന്നെയാണ്, കളവിലൂട്ട് തന്നെയാണ് സ്വർണം കയറി വരുന്നത്. കണ്ടില്ലേ, എയർപോർട്ടിലൂട്ട് സ്വർണ്ണം എല്ലാം കയറി വരും. പിടിക്കുന്ന കൊണ്ടുവന്ന് അവനെ പോകും. പക്ഷേ ഈ സ്വർണം പോകുന്ന വഴി അടിക്കുന്നില്ല. പിടിക്കുന്നതെല്ലാം പിടിക്കും, സ്വർണം പിടിക്കില്ല. കള്ളക്കടത്തേക്ക് സ്വർണ്ണമായിട്ട് വരുന്ന വല്ലവനും കീശ കൊണ്ടുവരുന്നതിൻ്റെ നടുവിൽ പോസ്റ്റ് വാൻമാരി ആളുണ്ടാവുമല്ലോ, ആ പോസ്റ്റ് വാനെ പിടിക്കും. നീയാണ് സ്വർണം കൊണ്ടാകും, നിന്റെ കുറ്റം നിന്റെ. പോസ്റ്റ്മാൻമാരിയാണ് അവരെ ജോലി, ഒരു ചെറിയ കമ്മീഷൻ കൊടുക്കും. അതിന് പിന്നെ എവിടെയെല്ലാം വയറ്റിൻ്റെ അകത്തോ മലദ്വാരത്തിലോ എവിടെയെല്ലോ കയറ്റിയിട്ട് വരും, എന്നിട്ട് അവരെ പിടിക്കും. പക്ഷെ സ്വർണം പിടിക്കില്ല, സ്വർണം നേരെ പോകേണ്ടടുത്ത് എത്തിക്കോളും. എന്നിട്ട് ആ സ്ഥലത്താണ് കലിയുടെ ഇരിക്കുന്നത്. ഉന്മത്തത, പിന്നെ ഉന്മത്തതയാണ് നുണ, ഉന്മത്തത. ശ്രീലംബടവ, പിന്നെ ശ്രീലംബടത എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പിന്നെ ഉള്ളത് എന്താണ്, അതാ പരസ്യം തന്നെ, പരസ്യവും അതുമല്ലായിട്ട്. പിന്നെ അവിടെ എന്തുണ്ട്, ഇന്നത്തെ കാലത്ത് ഈ സ്വർണം എന്ന് പറയുന്നതിൽ വേണമെങ്കിലും സ്വർണം കൊണ്ട് തന്നെയാണ് സിനിമയെല്ലാം വരുന്നത്. ഈ എവിടെ നിന്നല്ലോ പോയിട്ട് പറയും പണം അടിച്ചുകൊണ്ട് സിനിമയിലേക്ക് വരാം. അപ്പം സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സിനിമാ വിഭാഗം. അവിടെ ശ്രീലംബടതയും പിന്നെന്തുണ്ട്, ഹിംസയും. ഹിംസ കണ്ടില്ലേ, എന്തെല്ലാം തരം കേസുകളാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുക, അതിന് നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. അതെല്ലാം നിൻ്റെ വാസസ്ഥലമായിക്കോട്ടെ, അതും കൂടി നീ എടുത്തോ, അവിടെ പോയി നീ വസിച്ചോ, അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവിടെ പോയി വസിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പം അവർക്ക് വിധിച്ചു കൊടുത്തിട്ട് ഒരു പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊടുത്തതാണ് പിന്നെ വികസിച്ചിട്ട് അവസാനം ആരെയും കൂടി ഇല്ലാതാക്കുക. ഈ പരീക്ഷത്തിനെയും ജനമേജയനെയും കൂടി ഇല്ലാതാക്കിയിട്ടാണ് പിന്നെ കലികേരി ആധിപത്യം സ്ഥാപിക്കും. പിന്നെ പ്രളയത്തിലൂടെയെല്ലാം നശിക്കും. ഇനി 40. അതുപ്രകാരം അധർമ്മത്തിൻ്റെ അധിപനായ കലി ഈ 5 സ്ഥാനങ്ങളിൽ അധിവസിക്കും. അങ്ങനെ കലിക്ക് നല്ല 5 സ്ഥാനങ്ങൾ അധിവസിക്കാൻ.
അതുകൊണ്ട് 41 എന്ത് പറയുന്നു? അതുകൊണ്ട് ഉത്കർഷ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഒരിക്കലും ഇവയെ സേവിക്കരുത്. അതുകൊണ്ട് മനുഷ്യർക്കുള്ള ഉപദേശമാണ്, നിങ്ങൾ നല്ലൊരു ലോകമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പിന്നെ ഒരിക്കലും നിങ്ങൾ പോയി പോകരുത്, ഇതിൽ വീണു പോകരുത്. ധാർമ്മിക സ്വഭാവമുള്ള ലോകരക്ഷകരായ രാജാവ് ഒരിക്കലും ഇത് സ്വീകരിക്കരുത്. ഭരണാധികാരികൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കണം. ജനങ്ങൾ ഇതിൽ ആകൃഷ്ടരാകരുത്, ഭരണാധികാരികളും ഇതിൽ നിന്നും മാറി നിൽക്കണം. ഭരണാധികാരികളും ഇതിൻ്റെ പിന്നിൽ പോയാൽ പിന്നെ എല്ലാം പൊളിഞ്ഞിട്ട് കലിയുടെ അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ 42 പറയാണ്, ധർമ്മദൈവ അതായത് ആ കാളയുണ്ടല്ലോ, കാളയുടെ 3 കാലുകളും അങ്ങനെ അവിടെ സ്ഥാപിച്ചു കൊടുത്തു. കലി പോയപ്പോൾ വീണ്ടും ആ സ്ഥലത്ത് കാള 4 കാലുമായിട്ട് നിൽക്കാൻ തുടങ്ങി. അത് പരീക്ഷത്തിൻ്റെ ഭരണം കൊണ്ട്, ആ അധികാരം കൊണ്ട് ഭൂമിദേവിയെയും ആശ്വസിപ്പിച്ചു. അപ്പോൾ എല്ലാം ആ സ്ഥലത്ത് വീണ്ടും ആ ഗുണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ 43 അങ്ങനെയുള്ള പരീക്ഷത്ത് വനത്തിലേക്ക് പോകുവാൻ തുടങ്ങുന്ന തൻ്റെ മുത്തച്ഛനായ യുധിഷ്ഠിരനാൽ ഏൽപ്പിക്കപ്പെട്ടു കൊടുത്ത സിംഹാസനത്തെ പരിപാലിച്ചു. അങ്ങനെയാണ് ആ സമയത്താണ് പരീക്ഷത്ത് ശരിക്ക് ഭരണമേൽക്കാൻ തുടങ്ങിയത്. ധർമ്മപുത്രർ സിംഹാസനത്തിൽ വനവാസത്തിനും പോവുകയാണ്. അദ്ദേഹം പരീക്ഷത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പരീക്ഷത്ത് അധീരം തന്നെ എല്ലാത്തിനും നടപ്പാക്കാൻ കഴിയുന്നവന് തന്നെ നമുക്ക് പോയി. എൻ്റെ 45 അഭിമന്യുവിൻ്റെ പുത്രനായ ഈ രാജാവ് ഇപ്രകാരമുള്ള മഹിമകൾ ചേർന്നവനും അവിടെ എല്ലാവരും ദീർഘിച്ച യാഗത്തിനുള്ള ശ്രദ്ധയിലും വ്രതത്തിലും അനുഷ്ഠിക്കുന്നു. ദീർഘിച്ച ഒരു കാലഘട്ടത്തിലേക്കുള്ള ദീർഘിച്ച യാഗത്തിനുള്ള വ്രതവും അനുഷ്ഠിക്കുന്നു. അപ്പം അതിൻ്റെ ശേഷം ധർമ്മപുത്രർ പോകുമ്പോൾ പിന്നെ ദീർഘിച്ച ഒരു യാഗത്തിനുള്ള, അതായത് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ലോക പുരോഗതിക്കായിട്ടുള്ള ഒരു ദീർഘിച്ച യാഗത്തിനുള്ള വ്രതം നോറ്റമാരി ഒരു വലിയ കർമ്മത്തിലേക്ക് അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നു പരീക്ഷിത്ത്. അതിൻ്റെ തലവനായിക്കൊണ്ട് ആ രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്നു. അപ്പം രാജാവും ജനങ്ങളും നല്ലൊരു ലോകത്തിന് വേണ്ടി കുറച്ച് ദീർഘകാലത്തേക്കുള്ള ഒരു രാജ്യത്തിന് വേണ്ടി കർമ്മത്തിലേക്കെടുത്തു. ഒരേ മനസ്കരായിക്കൊണ്ട് രാജാവും പ്രജകളും എല്ലാം ഒരേ മനസ്കരായിക്കൊണ്ട് കർമ്മത്തിലേക്ക് ഏറ്റെടുത്തു. പക്ഷേ അധികാലം പോകുമോ അത് നമുക്ക് തുടർന്ന് കാണാൻ പോവുകയാണ്. അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള കാര്യമാണ്, ചരിത്രം തന്നെയാണ് അവർ വിവരിക്കുന്നത്. അത് നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളിപ്പം മഹാഭാരത യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ 3ാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ശേഷമുള്ള ഭരണത്തെ പറ്റിയാണ് പരീക്ഷത്തിൻ്റെ ഈ ഘട്ടം പറഞ്ഞത്. കലിയും പക്ഷേ അവിടെ നിന്ന് മെല്ലനെ കാലിങ്ങോട്ടേക്ക് ഏറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം പറഞ്ഞിട്ടുണ്ട്, പരീക്ഷത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയെല്ലാം വല്ലയിടത്തും ഉണ്ടെങ്കിൽ നീ അവിടെ താമസിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ജനങ്ങളോടും പറഞ്ഞ് സൂക്ഷിച്ചോളണം. ഇതിൻ്റെ പിന്നാലെ രാജാക്കന്മാരും ജനങ്ങളും ഭരണാധികാരികളും ഇതിൻ്റെ അടുത്തേക്ക് പോയി പോകരുത്. ആകൃഷ്ടരായ അങ്ങോട്ടേക്ക് പോയാൽ പഴയ ഗതിയാവും. ഏത് മഹാഭാരത യുദ്ധത്തിന് മുമ്പിലുള്ള ആ ദുര്യോധനാദികളുടെ അവസ്ഥയിലേക്ക് ലോകമെത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെല്ലാം ഒന്നിച്ച് ഭരിക്കാൻ തുടങ്ങിയത്.